നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. IB ഉദ്യോഗസ്ഥയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായകമായ ചില കുറ്റപ്പെടുത്തലുകൾ വന്നിരിക്കുകയാണ്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ആർക്കൊക്കെയാണ് വീഴ്ച സംഭവിച്ചത്, ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്തു നിന്നൊക്കെ, അതായത് സുഗാന്ത് സുരേഷ് ഇത്രയും കാലം ഒളിവിലാണ്, അപ്പോൾ ആരുടെ ഭാഗത്തു നിന്നൊക്കെയാണ് വീഴ്ച സംഭവിച്ചതെന്നതടക്കമുള്ള കാര്യങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ട്. അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള ഒരു വീഴ്ച സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തെളിവുകൾ ശേഖരിക്കുന്നതിലടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഉഴപ്പി എന്നതടക്കമുള്ള കണ്ടെത്തലുകളും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും പ്രതിയെ രക്ഷിക്കാൻ പോലീസ് ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവും ഒരു സൈഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കേസ് അന്വേഷണത്തിൻ്റെ നിയന്ത്രണം DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഇന്നലെ പേട്ട സ്റ്റേഷനിൽ മാധ്യമങ്ങളെ DCP കണ്ടിരുന്നു. മാത്രമല്ല, ഈ കേസ് അന്വേഷണം വേഗത്തിലാക്കുമെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. IB ഒരു വശത്ത് അന്വേഷണം നടത്തുന്നു, മറുവശത്ത് പോലീസ് അന്വേഷണം നടത്തുന്നു. സുഗാന്ത് സുരേഷ് ഇതുവരെ പിടിയിലായിട്ടില്ല. മരണം നടന്ന് ഇത്രയും ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്നു. യുവതി മരിച്ച് ഇത്രയും ദിവസമായിട്ടും കേസിലെ പ്രധാന പ്രതി, അതിൽ ആരോപണ വിധേയനായ അല്ലെങ്കിൽ പ്രതിയെന്ന് വിശേഷിപ്പിക്കാവുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥനും മലപ്പുറം എടപ്പാൾ സ്വദേശിയുമായ സുഗാന്തിനെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ 24-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൊബൈൽ ഫോണിൽ സംസാരിച്ച് നടന്നു വന്ന യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടിയെന്നാണ് ലോക്കോ പൈലറ്റ് അടക്കം മൊഴി നൽകിയത്. എന്തായാലും ഈ രഹസ്യാന്വേഷണ റിപ്പോർട്ടും ഏറെ നിർണായകമായി കേസിൽ മാറിയിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിച്ച പെൺകുട്ടിയുടെ പിതാവ് പോലീസിനെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി. അതായത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് ഈ പിതാവ്, പെൺകുട്ടിയുടെ പിതാവ്, പെൺകുട്ടി മരിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ തെളിവുകളടക്കം സുഗാന്ത് സുരേഷിനെതിരെ ആരോപണവുമായി രംഗത്ത് വരുന്നു. പക്ഷെ തുടക്കത്തിലൊന്നും പോലീസ് ഇത് ഗൗരവകരമായിട്ട് എടുത്തിട്ടില്ല എന്നത് തന്നെയാണ് സുഗാന്ത് സുരേഷിന് രക്ഷപ്പെടാൻ ഒരു വഴിയൊരുക്കിയത് എന്ന ആരോപണം, എന്ന ഒരു വസ്തുത ഈ ഒരു കേസിൽ വളരെ നിർണായകമായി മാറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതേസമയം യുവതിയുടെ മരണത്തിന് പ്രേരണയായത് സഹപ്രവർത്തകനാണെന്നും ഇത് സംബന്ധിച്ച് യുവതിയുടെ കുടുംബം പരാതി നൽകുമെന്നും സംഭവ ദിവസം തന്നെ പോലീസിന് വിവരം കിട്ടിയിരുന്നു. പക്ഷേ പരാതി ഔദ്യോഗികമായി കിട്ടാതെ പ്രാഥമിക അന്വേഷണം പോലും വേണ്ട എന്ന നിലപാടായിരുന്നു പോലീസ് സ്വീകരിച്ചത്. ഇത് തന്നെയാണ് കേസിൽ കനത്ത തിരിച്ചടിയായി മാറിയതും. ഇത്രയും ദിവസം ആരോപണ വിധേയനായ വ്യക്തി ഒളിവിൽ കഴിയാൻ സഹായകമായതും ഇതുതന്നെയാണ് എന്നാണ് കണക്കുകൂട്ടൽ. യുവതിയുടെ പിതാവ് പരാതി നൽകി, എന്നാൽ ഗൗരവത്തോടെ അന്വേഷണം നടത്താൻ പോലീസ് തയ്യാറായില്ല എന്ന ആരോപണം ശക്തമാവുന്നുണ്ട്. യുവതിയുടെ മൊബൈൽ ഫോൺ പൂർണ്ണമായും തകർന്നു. അതുകൊണ്ട് തന്നെ തെളിവുകളൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് കാട്ടിയാണ് അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ ഒരു അലംഭാവം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ സംഭവം നീങ്ങിയത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു വിമർശനം. പിന്നീട് കോൾ ലിസ്റ്റ് പരിശോധനയിൽ അവസാന കോൾ സുഗാന്തിൻ്റേതാണെന്ന് കണ്ടെത്തി. അപ്പോഴും ദ്രുതഗതിയിലുള്ള തുടർ നടപടികളൊന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതും വലിയ വീഴ്ചയായി മാറി. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടി മരിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോൺ, അല്ലെങ്കിൽ ആ കുട്ടി അവസാനമായി സംസാരിച്ചത് ഇന്ന വ്യക്തിയോടാണ്, അപ്പോൾ ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച ഒരു അന്വേഷണം അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളും ശക്തമാണ്. യുവതിയുടെ പിതാവ് സ്വന്തം നിലയ്ക്ക് തെളിവുകൾ ഒന്നൊന്നായി കണ്ടെത്തി അത് പോലീസിന് കൈമാറി. അപ്പോൾ പോലും ഈ സുഗാന്തിന് എതിരെ ഒരു കേസ് അല്ലെങ്കിൽ ഒരു വകുപ്പ് ചുമത്താൻ തന്നെ ഒരുപാട് സമയമെടുത്തു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. എന്തായാലും ഒരുപാട് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് IB അന്വേഷണം നടത്തുന്ന ഒരു കേസാണ്. ഇത്രയും ദിവസമായിട്ടും അവരുടെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടെത്താനായില്ല എന്നത് IBയെ സംബന്ധിച്ചും വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. അതേസമയം മരണത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് DCP നകുൽ രാജേന്ദ്ര ദേശ്മുഖ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പെട്ടെന്നുള്ള പ്രകോപനമാണ് ആത്മഹത്യയ്ക്ക് കാരണമായത് എന്നാണ് DCP പറഞ്ഞിരിക്കുന്നത്. മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചതിൻ്റെ ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അത് പരിശോധിക്കുന്നുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നും DCP എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ മറുവശത്ത് ശക്തമാണ്. പ്രതി സുഗാന്തിനായി അന്വേഷണം നടക്കുകയാണ്. പോലീസ് 2 ടീമായി തിരിഞ്ഞാണ് അന്വേഷിക്കുന്നത്. പ്രതിയെ പിടികൂടിയാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ കിട്ടുകയുള്ളൂ. ഇയാൾക്കായി കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ട്. IB ഉദ്യോഗസ്ഥ 3 ലക്ഷത്തോളം രൂപ സുഗാന്തിന് കൈമാറിയതായി വ്യക്തമായിട്ടുണ്ടെന്നും DCP അറിയിച്ചു. അതേസമയം ഈ സുഗാന്തിനെതിരെ അന്വേഷണ സംഘം കൂടുതൽ വകുപ്പുകൾ ചുമത്തിയിരുന്നു. പണം തട്ടിയെടുത്തുവെന്ന കുറ്റമായിരുന്നു ചുമത്തിയത്. നേരത്തെ ഇയാൾക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിരുന്നു.
കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പിതാവ് ആരോപിച്ച ആരോപണങ്ങളൊക്കെ മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നതെന്ന് IB ഉദ്യോഗസ്ഥരുടെ പിതാവ് പ്രതികരിച്ചിരുന്നു. ഇതെല്ലാം കൃത്യമായി പോലീസ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പിതാവ് അറിയിച്ചിരുന്നു. നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എല്ലാവിധത്തിലും അവളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. അവന് താല്പര്യമില്ല, ഒഴിവാക്കണമെന്ന രീതിയിലാണ് അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത്. അവളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അതിനുശേഷവും സാമ്പത്തിക ചൂഷണം നടന്നു. അവർ തമ്മിൽ ഒന്നിച്ച് യാത്ര ചെയ്തു. ഇതിൻ്റെ എല്ലാം തെളിവുകളും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. എവിടെ വരെ വേണമെങ്കിലും പോകും. ഇനിയിപ്പോൾ അവളുടെ കല്യാണം നടത്തണ്ടല്ലോ, അതിനുവേണ്ടി എന്തൊക്കെ ഉണ്ടാക്കിയോ അതെല്ലാം ഇതിനു വേണ്ടി ചെലവാക്കാമല്ലോ എന്ന് വേദനയോടെയാണ് ആ പിതാവ് പറയുന്നത്. മകളുടെ ആത്മാവിന് സമാധാനം കിട്ടുമെങ്കിൽ അതുവരെ നമ്മൾ ചെലവാക്കും, അത് കാത്തു സൂക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും പിതാവ് വളരെ വേദനാജനകമായി പ്രതികരിക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഈ യുവതിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ സുഗാന്ത് വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന നിർണായകമായ ഒരു കണ്ടെത്തൽ നടത്തിയതും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമാണ്. വിവാഹിതരെന്ന് തെളിയിക്കുന്ന രേഖകളാണ് തയ്യാറാക്കിയത്. വ്യാജ ക്ഷണക്കത്ത് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ബാഗിൽ നിന്ന് കിട്ടിയതായി പോലീസ് വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് യുവതിയെ ഗർഭചിത്രം നടത്തിയത്. ഇതിനുശേഷം സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറി. മരണത്തിന് ഏതാനും ദിവസം മുൻപ് വിവാഹത്തിന് സമ്മതമല്ലെന്ന് സുഗാന്ത് യുവതിയുടെ അമ്മയ്ക്ക് സന്ദേശം അയച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെ തുടർന്നുണ്ടായ മാനസിക പ്രയാസമാണ് യുവതിയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന നിഗമനത്തിലാണ് പോലീസ്. മാത്രമല്ല, ഈ സുഗാന്തിനെതിരെ IB രംഗത്ത് വന്നതും ശ്രദ്ധേയമാണ്. മരണത്തിൽ സുഗാന്തിന്റെ പങ്കാളിത്തം IB സ്ഥിരീകരിച്ചിരുന്നു. IB ഉദ്യോഗസ്ഥരിൽ നിന്ന് സുഗാന്ത് പലതവണയായി പണം വാങ്ങിയതായും IBയുടെ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിട്ടുണ്ട്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് ഇതെന്നും IBയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല, IB കൊച്ചി യൂണിറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടി ഉണ്ടായേക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാകില്ല. പക്ഷേ ഇതുവരെയും അത്തരത്തിലൊരു നടപടിയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ പോലീസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ ദൗത്യം ഇനി സുഗാന്ത് സുരേഷിനെ കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ്. ഈ കേസിനെ സംബന്ധിച്ച് സുഗാന്ത് സുരേഷിനെ കണ്ടെത്തുക അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ട് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം രണ്ട് ശക്തരായ IBയും പോലീസും ഒക്കെ അന്വേഷിച്ചിട്ടും ഈ സുഗാന്തിനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല, ഇതിനിടയിൽ ഒളിവിലിരുന്ന് സുഗാന്ത് ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ അവിടെ തിരിച്ചടിയേറ്റിട്ടുണ്ട്. എന്തായാലും വലിയൊരു കടമ്പ തന്നെയാണ് സുഗാന്ത് സുരേഷിനെ കണ്ടെത്തുക. അയാളെ കണ്ടെത്തിയ ശേഷം ഒരുപാട് കാര്യങ്ങൾ അയാളിൽ നിന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടിയെ അവസാനമായി എന്താണ് സംസാരിച്ചത്, ആ 8 മിനിറ്റോളം സംസാരിച്ചു എന്ന്. അതായത് ഈ പെൺകുട്ടി മരണം തിരഞ്ഞെടുക്കുന്നതിന് തൊട്ട് മുൻപ് 8 മിനിറ്റോളം സുഗാന്തിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിച്ചത്? അല്ലെങ്കിൽ ഇപ്പോൾ DCP പറയുന്നത് പെട്ടെന്നുള്ളൊരു പ്രകോപനമാണ് പെൺകുട്ടി മരണം തിരഞ്ഞെടുക്കാൻ കാരണം, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതെന്നാണ്. അത്തരത്തിൽ പ്രകോപനപരമായിട്ട് എന്തായിരുന്നു സംസാരം ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും കേസന്വേഷണം പുരോഗമിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ സുഗാന്ത് സുരേഷിനെ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.